ഹായ് ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളൻ്റെ അരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ ബ്ലെസ്സിങ്സ് ആയിട്ട് വരുന്നത് നോക്കാം. ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ എന്തെങ്കിലും സ്ട്രഗിളായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ഒരു ചേഞ്ച്, ഒരു പോസിറ്റീവ് ചേഞ്ച് വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നിങ്ങൾ നേരത്തെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് വാങ്ങാൻ പറ്റുമെന്ന് കൂടി കാണുന്നുണ്ട് കേട്ടോ. നേരത്തെ പ്ലാൻ ചെയ്ത് പക്ഷെ പറ്റാതിരുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വാങ്ങുന്നു. ഒന്ന് ചിലപ്പോൾ ഒരു ഐഫോണോ അല്ലെങ്കിൽ ഒരു ഫോണോ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കുറേ ആഗ്രഹിച്ച ഈ ഒരു സമയം നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. ഹേർട്ടേക്ക് ആൻഡ് ലോസാണ്. ഒരു നഷ്ടപ്പെടലിൽ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന എന്തോ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഉള്ളൊരു ഹാർട്ട് ബ്രേക്ക്, ഒരു ഭയങ്കര വേദന നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത്. ഒരു നഷ്ടത്തിൽ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് വേണ്ടാത്ത ഒരു കാര്യമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയതെന്ന് നമ്മൾ സ്വയം ആശ്വസിക്കുക. ഈ ഹാർട്ടേക്ക് വരുന്നത് എപ്പോഴും റിലേഷൻഷിപ്പിലാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്നത്, ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു നഷ്ടം സംഭവിച്ചു. ചിലപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയതോ, ചീറ്റ് ചെയ്തതോ, അല്ലെങ്കിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിൽ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക. കാരണം ഈ ഒരു സമയം നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈമും എനർജിയും ഒക്കെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കണം ഈ ഒരു സമയം ഈ ഒരു നഷ്ടം നിങ്ങൾക്ക് വന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് ആണ്. ഫ്യൂച്ചറിലേക്കുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിന്ന് പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളല്ലാതെ ഈ ഒരു വിഷമത്തിലും നഷ്ടപ്പെട്ടു പോയല്ലോ, എനിക്കിനി അത് തന്നെ വേണം എന്ന് വിചാരിച്ചിരിക്കാതെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാക്കുക എന്നുള്ളതാണ്. ഇതിനകത്തൊരു നല്ല വീടോ ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. നിങ്ങൾ ഏറ്റവും നല്ല കാര്യം നിങ്ങൾ ആഗ്രഹിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുക. ഇപ്പം അത് കുറേ കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ വേണമെന്നൊന്നുമില്ല. ഇപ്പം നമ്മൾ വെറും സീറോ ആയിരിക്കും. ആ സീറോയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ചോളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ സ്വപ്നം കാണുന്ന കാര്യം അത് ദൈവമായിട്ട് തന്നെ നടത്തിത്തരും നമ്മൾ എഫേർട്ട് എടുത്താൽ. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, ഞാൻ എങ്ങനെ ആഗ്രഹിക്കും, എങ്ങനെ സ്വപ്നം കാണും എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് നമ്മളുടെ എനർജി ആ ഒരു തരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഡിവൈൻ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കും. അത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. അപ്പം നിങ്ങൾ എങ്ങനെ, എന്തുകൊണ്ട് എന്നൊന്നും ചോദിക്കണ്ട. നിങ്ങൾ ഏറ്റവും നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. ഏറ്റവും നല്ല ജോലി, ഏറ്റവും നല്ല വീട്, ഏറ്റവും നല്ല വാഹനം. കാരണം എല്ലാവർക്കും സുഖമായിട്ടും സന്തോഷമായിട്ടും ലക്ഷറിയിലും ജീവിക്കാനുള്ള അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ടെന്നുള്ളതാണ്. അത് നമ്മളുടെ ഫ്രീ വില്ല് ഉപയോഗിച്ച് അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മളുടെ കർമ്മയുടെ ബാഗേജൊക്കെ കുറേ കർമ്മ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അതൊക്കെ നമുക്കൊന്ന് റിലീസ് ചെയ്യാനുള്ള നല്ല കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലത് തന്നെ വരും എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ, സ്പിരിച്വൽ പാത്തിൽ പോകുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരു ഈഗോ പാടില്ല എന്നുള്ളതാണ്. ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ പറ്റണം. മറ്റുള്ളവരെ നമ്മൾ ജഡ്ജ് ചെയ്തത് ആവശ്യമില്ലാതെ ഈ യൂട്യൂബിൽ കാണുന്ന നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ അവരെന്തിനതിന് ചെയ്ത് അങ്ങനെ വെറുതെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കരുത്. കാരണം അവരുടെ കർമ്മ നമ്മൾ റിലീസ് ആവുകയും ചെയ്യും, നമ്മളിലേക്ക് ആ കർമ്മത്തിൻ്റെ ഒരു ഭാഗം വരികയും ചെയ്യും.
ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക മാക്സിമം. നമുക്കിപ്പോൾ ഈ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ കാണേണ്ടി വരും, അതിന് ചിലപ്പോൾ റിയാക്ട് ചെയ്യേണ്ടി വരും. പക്ഷെ അത് കുറച്ച് കൊണ്ടുവരിക, ആ ഒരു ആറ്റിറ്റ്യൂഡ് കുറച്ച് കൊണ്ടുവരിക. നമ്മൾ അങ്ങനെ മറ്റുള്ളവരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവരുടെ ഒരു കർമ്മ പെട്ടെന്ന് റിലീസാവും എന്നുള്ളതാണ്. കുറേയധികം ആൾക്കാർ കുറ്റം പറഞ്ഞ് ഹെയ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ കർമ്മ റിലീസായി അവർ നല്ല രീതിയിൽ പോവുകയും ചെയ്യും. ആ കർമ്മയുടെ ബാഗേജ് എല്ലാം കുറേ ആൾക്കാരായിട്ട് ഷെയർ ചെയ്തെടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടരുത് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്വപ്നം കാണുക, ഏറ്റവും നല്ല കാര്യം. നിങ്ങൾക്ക് ഏതെങ്കിലും രാജ്യത്തിൽ പോയി സെറ്റിൽ ആവണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ചെറിയ പിള്ളേർക്ക് ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള പിള്ളേരാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളിത് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ, ബ്രേക്കപ്പിലൊക്കെ ഇരുന്ന് വെറുതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് US പോയി സെറ്റിലാകണം, അല്ലെങ്കിൽ UK പോയി സെറ്റിലാകണം, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങൾ, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. അല്ലാതെ വെറുതെ ചെറിയൊരു പ്രേമത്തിന് വേണ്ടിയിട്ട് വെറുതെ വിഷമിച്ച് അങ്ങനെ മൂഡ് ഓഫ് ആയി അങ്ങനെയൊന്നും ഇരിക്കാതിരിക്കുക. നമ്മളുടെ ആറ്റിറ്റ്യൂഡൊന്ന് മാറ്റുക. നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ, നമുക്ക് നമ്മുടെ കൂടെ വേറെ ആരും വേണ്ട എന്നുള്ളതാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ നമ്മളുടെ എനർജി ലെവൽ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റിവിറ്റി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മാക്സിമം നമ്മളുടെ എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അല്ലാത്ത ഇപ്പം നെഗറ്റീവ് പറയുന്ന, അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന, മറ്റുള്ളവർ നല്ലതാവുമ്പം അസൂയുള്ള, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻ പതിയെ നമ്മൾ കുറച്ചുകൊണ്ട് വരിക. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ചും നമ്മളുടെ എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആകുന്ന ആൾക്കാരാണോ എന്ന് എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊരു സൗഹൃദമൊക്കെ ഉണ്ടാക്കാൻ. അത് റിലേഷൻഷിപ്പ് ആയാലും ശരി തന്നെ. പിന്നെ നമുക്ക് മാറ്റാൻ പറ്റാത്തത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ മാത്രമാണ്. കാരണം ഇത് കാർമികമായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അച്ഛനാണ്, അമ്മയാണ്, സിബ്ലിങ്സ് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാർമികമാണെങ്കിൽ നമ്മളുമായിട്ട് ഒരു കണക്ഷനും അവർക്ക് ഉണ്ടാവില്ല, നമ്മളുടെ ആറ്റിറ്റ്യൂഡുമായിട്ട് ഒരു ബന്ധം അവർക്ക് ഉണ്ടാവില്ല. പക്ഷെ അവരെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് അതിനകത്ത് നമ്മൾ നിൽക്കാൻ ശ്രമിക്കുക. എല്ലാവരെയും സ്നേഹിക്കുക. കാരണം ഈ വ്യക്തികളുമായിട്ട് ഈ ഒരു ജന്മത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കേണ്ടതുണ്ട് എന്ന് അതുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ അവരോടൊപ്പം ജനിച്ചതെന്ന് മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ട് പോകുക. അത് നമ്മൾ എത്രത്തോളം ക്ഷമിക്കാൻ പഠിക്കും, നമ്മൾ എത്രത്തോളം ക്ഷമയുള്ള ആൾക്കാരായിരിക്കും എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിനക്ക് എത്ര ക്ഷമയുണ്ട് എന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്നതായിട്ട് നമ്മൾ കണക്കാക്കുക. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ക്ഷമിച്ചുകൊണ്ടേയിരിക്കുക. അത് നമ്മളുടെ ഒരു മാക്സിമത്തിലേക്ക് പോവുക. പിന്നെ ഈ ഒരു പരിധി കഴിഞ്ഞ് എങ്ങനെ ക്ഷമിക്കും ചോദിക്കുന്ന ആൾക്കാരോട് നമ്മൾ ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മാറിപ്പോവുക. മാക്സിമം മാറിപ്പോകാൻ പറ്റുന്ന ആൾക്കാരോടൊപ്പമാണ് ഈ ഓവറായിട്ട് ക്ഷമിക്കുന്നതെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്കതൊന്ന് ഓവർകം ചെയ്യാം എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു വീട് കെട്ടുന്ന ഒരു എനർജിയാണ് ഇതിൽ. ഒരു വീട്, നിങ്ങളൊരു പുതിയ വീട് വാങ്ങുന്നതോ, അല്ലെങ്കിൽ ഒരു പുതിയ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നതോ, അല്ലെങ്കിൽ പുതിയ പണി ചെയ്യുന്നതോ ഒക്കെ ആണ് ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു എനർജി. നിങ്ങളങ്ങനെ വളരെ വലിയ സ്വപ്നങ്ങൾ കാണുക. ഇതിനകത്തൊരു റെയിൻബോ ഉണ്ട്. അപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തിളക്കം കൂട്ടിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ഒരു നെഗറ്റീവും ഇല്ലാതെ നിങ്ങളുടെ സ്വപ്നങ്ങൾ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുക. കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് വന്നത് ചിലപ്പോൾ ഇന്നലെയോ ഈ അടുത്ത ദിവസങ്ങളിലോ ഒക്കെ നിങ്ങളെ ആരെങ്കിലും, നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഏറ്റവും പ്രതീക്ഷിച്ചിരുന്ന, ഏറ്റവും സ്നേഹിച്ചിരുന്ന ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞത് കൊണ്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെങ്കിലും ഒന്ന് തള്ളിപ്പറയാനുള്ളൊരു സാധ്യതയുണ്ട്. ആരെങ്കിലും ഒരു വഴക്കുണ്ടാകുകയും നിങ്ങൾ വേണ്ടാന്ന് വയ്ക്കുകയൊക്കെ ചെയ്യാനുള്ളൊരു എനർജി കാണുന്നുണ്ട്. അപ്പം മനസ്സിലാക്കാൻ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. ഓവർ ഡിപ്പെൻഡൻസി നല്ലതല്ല. കാരണം മറ്റുള്ളവർ നമ്മളെ മുതലെടുക്കും. ഈ ആൾ എനിക്ക് അവർക്ക് ഞാനില്ലാതെ പറ്റൂല എന്നൊക്കെ ഉള്ളൊരു തോന്നൽ മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ചീറ്റ് ചെയ്യാനുള്ളൊരു പ്രവണതയൊക്കെ തോന്നുന്നത്. അപ്പോൾ നമ്മൾ ആരില്ലെങ്കിലും ജീവിക്കും. നമ്മൾ ഒറ്റയ്ക്ക് വന്നിട്ട് ഒറ്റയ്ക്ക് പോകേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരില്ലെങ്കിലും ഇവിടെ ജീവിക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക. നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെ മാത്രമാണ് ഇതിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താതിരിക്കാൻ പറ്റുന്നത്. കാരണം അവർ നമ്മളോടൊപ്പം ഉള്ള ആൾക്കാരാണ്. അല്ലാതെ
ഒട്ടേറെ എല്ലാ മനുഷ്യരും നമുക്ക് ഈ കൂടുതൽ നമ്മളൊന്ന് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നമ്മളുടെ മാതാപിതാക്കളോടും നമ്മുടെ ഹസ്ബൻഡ്, വൈഫ് അല്ലെങ്കിൽ കുട്ടികൾ, അങ്ങനെയുള്ള നമ്മളുടെ ഏറ്റവും അടുത്ത നമ്മളുടെ കൂടെ ഇരിക്കേണ്ട ആൾക്കാരൊഴികെ ബാക്കി ആരെയും ഓവറായിട്ട് നിങ്ങളിങ്ങനെ ഹൃദയത്തിലേക്ക് എടുത്ത് വയ്ക്കാതിരിക്കുക. ഇത് മാത്രമല്ല, ഫാമിലി മെമ്പേഴ്സ് ആയാലും ഒരു ബൗണ്ടറിയൊക്കെ വേണം എന്നുള്ളതാണ്. നമ്മളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്നിട്ട് അപ്പോൾ അല്ലെങ്കിൽ ഇവർ നമ്മളെ പറ്റിക്കും, അതിൽ സംശയമൊന്നുമില്ല. നമ്മളെ ശരിക്കും പലപ്പോഴും ഈ ക്ഷമ ഉണ്ട് എന്നുള്ള ആൾക്കാരെ വീണ്ടും വീണ്ടും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളതിൽ നമ്മൾ മനസ്സിലാക്കുക, ഈ ക്ഷമ ദൈവം നമുക്ക് പരീക്ഷണമായിട്ട് തരുന്നതാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് എത്രമാത്രം ക്ഷമയുണ്ടെന്ന് ദൈവം പരീക്ഷിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ അവരോടൊന്നും തോന്നൂല നമുക്ക്. അത് മനസ്സിലാക്കുക. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ടാണ്, നിങ്ങളുടെ കാലിൽ നിൽക്കാൻ നോക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫ്ലെക്സിബിൾ ആകാതിരിക്കുക. നമുക്ക് ക്ഷമിക്കാം, പക്ഷേ അതെല്ലാം ക്ഷമിക്കുന്നു എന്ന് വെച്ചിട്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെല്ലാം നോക്കിയിട്ടല്ല ക്ഷമിക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവരെ ആവശ്യമില്ലാത്ത അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോവുകയോ അവരുടെ എനർജി നമ്മളിലേക്ക് വരുത്തുകയോ ചെയ്യാതെ നമ്മളുടെ കാലിൽ നിൽക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിൽ ഉറച്ചു നിൽക്കുക. അപ്പം നമുക്ക് എന്തൊക്കെ നേടിയെടുക്കണം എന്നുള്ളൊരു ലിസ്റ്റ് തയ്യാറാക്കുക. നമുക്ക് എന്താണ് വേണ്ടത്, ഈ ജീവിതത്തിൽ നമുക്ക് എന്താണ് വേണ്ടത്. ഇപ്പം മെറ്റീരിയലായിട്ടുള്ള കുറേ കാര്യങ്ങൾ വേണം, പിന്നെ സ്പിരിച്വലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേണം. ഈ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സ്പിരിച്വലായിട്ട് സംതൃപ്തമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അല്ല നമ്മൾ ദാരിദ്ര്യത്തിലും പട്ടിണിയിലൊന്നും സ്പിരിച്വലായിട്ട് ഇരിക്കാൻ പറ്റില്ല. നമുക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടെങ്കിലോ ഒന്നും നമുക്ക് ഒരു ഹൈലി സ്പിരിച്വലായിട്ടുള്ള ലെവലിലേക്ക് നമുക്ക് ആദ്യം കടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഹൈലി സ്പിരിച്വലായിട്ടുള്ള ഒരാളിന് സാമ്പത്തിക ആവശ്യമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം പക്ഷേ നമ്മൾ അതിലേക്ക് പോകാൻ നമുക്കൊരു സംതൃപ്തി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള മെറ്റീരിയലായിട്ടുള്ള കുറേ കാര്യങ്ങൾ വേണം എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാം, നല്ല രീതിയിൽ നമുക്കത് എങ്ങനെ വിനിയോഗിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങളെന്താണോ നിങ്ങളെയാണ് ആവശ്യം ദൈവത്തിന്. നിങ്ങളായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ റീതിങ്ക് ചെയ്യുക. ഞാൻ ചെയ്തത് ശരിയാണോ? ഇപ്പോൾ നമ്മളെല്ലാവരും മനുഷ്യരാണ്. എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും തെറ്റുകളും ഒക്കെ നമുക്കുണ്ടാകും. പക്ഷെ നമ്മളൊന്നുകൂടി അനലൈസ് ചെയ്യുക. ഞാൻ അന്ന് ചെയ്ത കാര്യം ശരിയാണോ? അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടൈം അത് ആവർത്തിക്കാതിരിക്കുക. ട്രയംഫൻ്റ് ആൻഡ് സക്സസ് ആണ്. ഒരുപാട് ബുദ്ധിമുട്ടി ഒരു വിജയത്തിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരു വിജയം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾക്കൊരു പുതിയ സംരംഭം ആരംഭിക്കുന്നതായിരിക്കാം, ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്നതായിരിക്കാം. എന്തായാലും പുതിയൊരു തുടക്കമാണ്. നെഗറ്റീവ്സിന് നിങ്ങളുടെ ബ്ലോക്കേജസ് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾക്ക് ശക്തിയുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള കഴിവും ശക്തിയൊക്കെ ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ട് അല്ലെങ്കിൽ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, ഈ തടസ്സങ്ങളൊക്കെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള നല്ല ആയുധം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രം മതി. ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് ആണ്. നിങ്ങളുടെ മുന്നോട്ടുള്ള വഴിയിൽ ഒരുപാട് ചലഞ്ചസും തടസ്സങ്ങളും ഒക്കെ വരാം. നിങ്ങൾ ഈസി അല്ല ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം ഒരിക്കലും ഈസിയാണെന്ന് കരുതരുത്. മറ്റുള്ളവരെല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നു, എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് സന്തോഷം കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിച്ചിരിക്കാൻ പാടില്ല. കാരണം ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് അവർക്കേ അറിയാവൂ. അവരാരും നമ്മളോട് പറയണം എന്നില്ല. പുറത്ത് കാണുന്നതൊന്നും ആയിരിക്കില്ല, ഫേസ്ബുക്കിലിടുന്ന പോസ്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഫോട്ടോസ് ആയിരിക്കില്ല അവരുടെ റിയൽ ലൈഫിൽ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് അതൊന്നും കണ്ടിട്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നമ്മൾ എങ്ങനെയാണ് അത് ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിലാണ് നമ്മളുടെ ആ ഒരു ജീവിതം ഇരിക്കുന്നത്. നമ്മളുടെ ജീവിതം നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സിലാക്കുക, എല്ലാ തടസ്സങ്ങളും ഭേദിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിനുള്ള ധൈര്യവും കഴിവും ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടി ഇന്ന് നിങ്ങൾ മുന്നോട്ട് പോവുക. ഡെസ്റ്റിനിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളതിൽ ഒരു വിഷമവും വിചാരിക്കേണ്ട, ഒരു കോൺഫ്ലിക്റ്റും വേണ്ട നിങ്ങൾക്ക്. അയ്യോ അത് പറ്റുമോ ഇല്ലേ, അങ്ങനത്തെ ടെൻഷനൊന്നും നിങ്ങൾക്ക് വേണ്ട. അത് നടക്കും, അത് സംഭവിച്ചിരിക്കും. അപ്പോൾ അത് ഇന്നത്തെ ദിവസം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുതരും എന്നുള്ളതാണ് ഇന്ന്
പറയുന്നത്. റെസ്റ്റ് ആൻഡ് റെജുവിനേറ്റ് ആണ്. ഓടിത്തടർന്ന ആൾക്കാർക്ക് ഒരുപാട് നിങ്ങൾ ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള സമയമായി എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇപ്പം നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിനും റെസ്റ്റ് ആവശ്യമുണ്ട്, നമ്മളുടെ മനസ്സിനും റെസ്റ്റ് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ഒന്ന് റെജുവിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് എനർജി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ ചെറിയ യാത്രകൾ ചെയ്യുക. ഇന്നത്തെ ദിവസം യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ആയിരിക്കാം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്നോ അല്ലെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. അല്ലെങ്കിൽ ഒന്ന് മെഡിറ്റേഷനൊക്കെ കൂടുതൽ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് അപ്പം നോക്കാം ഇതിലെന്ത് ഗൈഡൻസ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കാം എന്താണ് ഇന്നത്തെ. മാൻ ഹോൾഡിങ് എ ഹേർട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇതിനകത്ത് നിങ്ങളുടെ ഹൃദയം കയ്യിലെടുത്ത് നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇത്. നിങ്ങളുടെ ഹൃദയം നിങ്ങളിലേക്കുള്ളതാണ്, നിങ്ങൾ വയ്ക്കാനുള്ളതാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളിത് ഈ ഒരു ഹൃദയം നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ കാത്തിരിക്കുന്നതുമാകാം. പക്ഷേ നമ്മളെപ്പോഴും നമ്മളായിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഓവറായിട്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മളുടെ ഇമോഷൻസ് ഒന്നും ഒരുപാട് ആൾക്കാരോട് തുറന്ന് പറയാൻ പാടില്ല. അവർ നമ്മളെ മുതലെടുക്കും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം. ഫസ്റ്റ് ചക്രയാണ് ആർക്കേഞ്ചൽ മിഖായേലിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ റൂട്ട് ചക്രയിലുള്ള ബ്ലോക്കേജസ് ഒക്കെ ആർക്കേഞ്ചൽ മിഖായേൽ മാലാഖ ഇന്ന് നിങ്ങളുടെ ബ്ലോക്കൊക്കെ മാറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇന്നത്തെ ദിവസം മിഖായേൽ മാലാഖയെ വിളിക്കുക. നിങ്ങൾ പ്രാർത്ഥനയിൽ മിഖായേൽ മാലാഖയോട് എൻ്റെ ബ്ലോക്കേജസ് ഒക്കെ മാറ്റിത്തരാൻ പറയുക. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ ഒരു വാളെന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്കേജസ് ഒക്കെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മിഖായേൽ മാലാഖയെ വിളിച്ച് റൂട്ട് ചക്രയിലുള്ള ബ്ലോക്കുകൾ, ഇന്നത്തെ നിങ്ങളുടെ മൂലാധാര ചക്രത്തിൽ എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ജോലി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ നിങ്ങൾ ബുദ്ധിമുട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബ്ലോക്ക് മാറ്റാൻ മിഖായേൽ മാലാഖ ഇന്ന് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. ഒന്നുകൂടി എടുക്കാം. വിമൻ ഹോൾഡിങ് എ ഹേർട്ടാണ്. ഇതിപ്പം നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്നത്, ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയ വിധത്തിൽ ഒരു അവനവൻ്റെ ഹൃദയവും പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു, ഇതിൽ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം നിങ്ങളൊരു സോൾ കണക്ഷനുള്ള ആൾക്കാർ ആരോ ഇങ്ങനെ പരസ്പരം ഹൃദയം എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളാരെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ സെയിം ആയിട്ടുള്ളൊരു എനർജി അവിടെയുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്ന ആ വ്യക്തിക്കും അതേ എനർജി ആണെന്നുള്ളതാണ് കാണുന്നത്. ഇത് ഒരു സോൾമേറ്റ് കണക്ഷനുള്ള റിലേഷൻഷിപ്പ്. ചിലപ്പോൾ അത് ബ്രേക്കപ്പ് ആയിപ്പോയതിൻ്റെ വിഷമത്തിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ദൈവമായിട്ട് തന്നെ ചിലപ്പം അത് യൂണിയൻ ഉണ്ടാക്കി തരും. പക്ഷെ അത് സമയം ഇപ്പോഴല്ല എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ നിങ്ങളുടെ കാര്യം, നിങ്ങൾക്കായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഫോർത്ത് ചക്രയാണ് ആർക്കേഞ്ചൽ റാഫേൽ. ഇത് ഇപ്പോൾ ഈ ഒരു വ്യക്തി നിമിത്തം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഹീൽ ചെയ്യുക. ആർക്കേഞ്ചൽ റാഫേൽ ഇന്ന് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിന്ന് ഒരുപാട് ഹാർട്ട് ബ്രേക്കിലിരിക്കുന്ന ആൾക്കാർ മെഡിറ്റേറ്റ് ചെയ്തിട്ട് ആർക്കേഞ്ചൽ റാഫേലിനെ വിളിക്കുക. എന്നിട്ട് ആർക്കേഞ്ചൽ റാഫേലിനോട് ഹാർട്ട് ചക്ര ഹീൽ ചെയ്ത് നിങ്ങളെ സഹായിക്കാൻ പറയുക, അദ്ദേഹത്തോട് അപേക്ഷിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ്, ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.